നമസ്കാരം, ഞാൻ മഞ്ജുഷ. പ്രധാന വാർത്തകൾ. കോട്ടയം നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിലെ റാഗിംഗ് പ്രതികളായ 5 വിദ്യാർത്ഥികളുടെ തുടർ പഠനം തടയാൻ നഴ്സിംഗ് കൗൺസിൽ തീരുമാനം. ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് വിവിധ സംഘടനകളുടെ പ്രതിഷേധം. നഴ്സിംഗ് കോളേജ് റാഗിംഗ് അന്വേഷണം കൂടുതൽ തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി VN വാസവൻ. മുൻ വർഷങ്ങളിൽ റാഗിംഗ് നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി. പേവിഷ വിമുക്ത കോട്ടയം പദ്ധതിക്ക് തുടക്കം. പൊതുസമൂഹം സഹകരിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ദേശാധിപന്റെ ഉത്സവം 5ാം ദിനത്തിൽ. ചിറക്കടവിലേക്ക് ഭക്തരുടെ പ്രവാഹം. തിരുവാറാട്ട് ബുധനാഴ്ച. വാർത്തകൾ വിശദമായി. കോട്ടയം നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിലെ റാഗിംഗ് കേസിൽ പ്രതികളായ 5 വിദ്യാർത്ഥികളുടെ തുടർ പഠനം തടയാൻ നഴ്സിംഗ് കൗൺസിൽ യോഗം തീരുമാനിച്ചു. തീരുമാനം നഴ്സിംഗ് കോളേജ് അധികൃതരെ അറിയിക്കും. കോട്ടയം ഗാന്ധിനഗർ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗുമായി ബന്ധപ്പെട്ട് പ്രതികളായ 5 വിദ്യാർത്ഥികളുടെ തുടർ പഠനം വിലക്കാൻ നഴ്സിംഗ് കൗൺസിൽ തീരുമാനിച്ചു. തീരുമാനം നഴ്സിംഗ് കോളേജ് അധികൃതരെ അറിയിക്കും. നഴ്സിംഗ് കൗൺസിലിന്റെ അടിയന്തര യോഗത്തിലാണ് പ്രതികളുടെ തുടർ പഠനം തടയാനുള്ള തീരുമാനമുണ്ടായത്. കഴിഞ്ഞ ദിവസം കോളേജിലെ പ്രിൻസിപ്പലിനെയും അസിസ്റ്റന്റ് പ്രൊഫസറെയും സസ്പെൻഡ് ചെയ്തിരുന്നു. റാഗിംഗ് തടയുന്നതിലും ഇടപെടുന്നതിലും വീഴ്ച പറ്റിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു നടപടി. പ്രിൻസിപ്പൽ പ്രൊഫസർ സുലേഖ AT, അസിസ്റ്റന്റ് വാർഡന്റെ ചുമതലയുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ അജീഷ് P. മാണി എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. ഹൌസ് കീപ്പർ കം സെക്യൂരിറ്റിയെ അടിയന്തരമായി നീക്കം ചെയ്യാനും നിർദ്ദേശം നൽകിയിരുന്നു. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശത്തെ തുടർന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നടത്തിയ അന്വേഷണത്തെ തുടർന്നായിരുന്നു നടപടി. കോട്ടയം വാളകം സ്വദേശി സാമുവൽ ജോൺസൺ, മലപ്പുറം വണ്ടൂർ സ്വദേശി രാഹുൽ രാജ്, വയനാട് നടവയൽ സ്വദേശി ജീവ, മലപ്പുറം മഞ്ചേരി പയ്യനാട് സ്വദേശി റിജിൽജിത്ത്, മുണ്ടക്കയം കോരുത്തോട് മടുക്ക സ്വദേശി വിവേക് എന്നിവരുടെ പഠനത്തിലാണ് വിലക്കേർപ്പെടുത്താൻ നഴ്സിംഗ് കൗൺസിൽ തീരുമാനിച്ചിരിക്കുന്നത്. ജൂനിയർ വിദ്യാർത്ഥികളോട് പണം ആവശ്യപ്പെട്ട് നൽകാൻ തയ്യാറാകാത്തതിനെ തുടർന്നായിരുന്നു ക്രൂരപീഡനം. ക്രൂരമായി റാഗ് ചെയ്യുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിൽ വിദ്യാർത്ഥികൾ ക്രൂരമായ റാഗിങ്ങിന് ഇരയായ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോളേജിലേക്ക് വിവിധ സംഘടനകൾ പ്രതിഷേധം നടത്തി. BJP ജില്ലാ കമ്മിറ്റിയുടെയും AIYFന്റെയും KGNUവിന്റെയും നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ വിദ്യാർത്ഥികൾ ക്രൂരമായ റാഗിങ്ങിന് ഇരയായ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടും സംഭവത്തിൽ കോളേജിന്റെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് ആരോപിച്ചും കോളേജിലേക്ക് വിവിധ സംഘടനകൾ പ്രതിഷേധം നടത്തി. ശനിയാഴ്ച BJP ജില്ലാ കമ്മിറ്റിയുടെയും AIYFന്റെയും നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. കേരള ഗവൺമെന്റ് നഴ്സസ് യൂണിയനും കോളേജിനു മുന്നിൽ പ്രതിഷേധിച്ചു. അക്രമാസക്തരായ പ്രവർത്തകർക്ക് നേരെ പലതവണ ജലപീരങ്കി പ്രയോഗിക്കേണ്ടി വന്നു. സംഭവത്തിൽ തെളിവ് ശേഖരണം പൂർത്തിയായി. കോളേജിലും ഹോസ്റ്റലിലും പോലീസ് പരിശോധന നടത്തി. പരിശോധനയിൽ കത്തിയും കരിങ്കൽ കഷ്ണങ്ങളും വിദ്യാർത്ഥികളെ ഉപദ്രവിക്കാൻ ഉപയോഗിച്ച കോമ്പസും ഡംബലുകളും കണ്ടെത്തിയിട്ടുണ്ട്. അതിനിടെ റാഗിങ്ങിന് ഇരയായ മറ്റ് 4 വിദ്യാർത്ഥികൾ കൂടി പരാതി നൽകി. ഇരയാക്കപ്പെട്ട 6 വിദ്യാർത്ഥികളിൽ ഒരാൾ മാത്രമായിരുന്നു നേരത്തെ പരാതി നൽകിയത്. സംഭവത്തിൽ പരാതിക്കാരായ മുഴുവൻ വിദ്യാർത്ഥികളുടെയും മൊഴിയെടുത്തിട്ടുണ്ട്. പിറന്നാൾ ആഘോഷത്തിന് പണം നൽകാത്തതാണ് റാഗിങ്ങിന് കാരണമായതെന്ന് ജൂനിയർ വിദ്യാർത്ഥികൾ മൊഴി നൽകി. സംഭവത്തിന് പിന്നാലെ പുറത്തുവന്ന ദൃശ്യങ്ങൾ ഡിസംബർ 13-ന് ചിത്രീകരിച്ചതാണെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. പരാതിക്കാരായ മുഴുവൻ വിദ്യാർത്ഥികളുടെയും മൊഴി പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. 3ാം വർഷ വിദ്യാർത്ഥികളായ സാമുവൽ ജോൺ, രാഹുൽ രാജ്, റിജിൽ, വിവേക്, ജീവ എന്നിവരാണ് കേസിലെ പ്രതികൾ. പ്രതികൾ 5 പേരും നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ഇനി ഈ 5 പ്രതികളുടെയും തുടർ പഠനം തടയാൻ കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി. 1ാം വർഷ വിദ്യാർത്ഥിയെ 3ാം വർഷ വിദ്യാർത്ഥികൾ ചേർന്ന് ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് സംബന്ധിച്ച് അന്വേഷണം കൂടുതൽ തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ. നിയമത്തിന് മുന്നിൽ മുഴുവൻ പേരെയും കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു. മുൻ വർഷങ്ങളിൽ റാഗിംഗ് നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ നാട്ടിലുണ്ടായ ഏറ്റവും ക്രൂരവും പൈശാചികവുമായ കൃത്യങ്ങളാണെന്ന് പറയാതിരിക്കാൻ നിർവാഹം. ആ കാര്യത്തിൽ ഒരു പ്രതിയും രക്ഷപ്പെട്ടുകൂടാ. നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ മുഴുവൻ ആളുകളെയും കൊണ്ടുവരണം എന്നതാണ് സംസ്ഥാന ഗവൺമെൻറ് നിലപാട്. ശക്തമായ നടപടികളാണ് ആ കാര്യത്തിൽ ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നതിൻ്റെ ഭാഗമാണ് പോലീസ് ആദ്യം കൃത്യമായി രേഖപ്പെടുത്തിയ മൊഴിയിൽ പറയുന്ന മുഴുവൻ പ്രതികളെയും സംയോജിതമായി തന്നെ കയ്യാമം വെച്ച് കൽപ്പനകൾ വച്ചിരിക്കുന്നത്. ഇതിൻ്റെ അന്വേഷണം കൂടുതൽ തലങ്ങളിലേക്ക് പോയി. ഇനി ഇതിലേതെങ്കിലും തരത്തിലുള്ള വ്യക്തികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, നേരത്തെ ഏതെങ്കിലും തരത്തിലുള്ള വിദ്യാർത്ഥി റാഗിങ്ങിന് വിധേയമായിട്ടുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം കൂടി പരിശോധിക്കണമെന്ന നിർദ്ദേശം തന്നെയാണ് പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്. പോലീസ് കൊടുത്തുള്ള നിർദ്ദേശം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല അന്വേഷണ സംഘമാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രതിയും രക്ഷപ്പെട്ടുകൂടാ.
പേവിഷ വിമുക്ത കോട്ടയം പദ്ധതിക്ക് തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. പേവിഷ വിമുക്തമാക്കാനുള്ള പരിശ്രമങ്ങളുമായി പൊതുസമൂഹം സഹകരിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. പേവിഷ മരണങ്ങളില്ലാത്ത ജില്ലയായി കോട്ടയത്തെ മാറ്റുന്നതിനുള്ള പേവിഷ വിമുക്ത കോട്ടയം പദ്ധതിക്ക് തുടക്കം. ദേശീയ ക്ഷീരവികസന ബോർഡിന്റെ സഹോദര സ്ഥാപനമായ ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽസ് ലിമിറ്റഡിന്റെ സാമൂഹിക പ്രതിബദ്ധതാ പദ്ധതിയുടെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും കമ്പാഷൻ ഫോർ അനിമൽസ് വെൽഫെയർ അസോസിയേഷനുമായി സഹകരിച്ച് നടപ്പാക്കുന്ന റാബീസ് ഫ്രീ കേരള പദ്ധതിയുടെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര ഫിഷറീസ്, മൃഗസംരക്ഷണ, ക്ഷീരവികസന വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. പേവിഷ വിമുക്തമാക്കുന്നതിനുള്ള പരിശ്രമങ്ങളുമായി പൊതുസമൂഹം സഹകരിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളുടെയും കുടുംബശ്രീ, ഹരിത കർമ്മസേന, വിവിധ NGO-കൾ തുടങ്ങിയവയുടെയും സഹകരണം ഇക്കാര്യത്തിൽ ആവശ്യമാണെന്നും മന്ത്രി അറിയിച്ചു. തെരുവ് നായ്ക്കളെ ഈ വാക്സിനേഷൻ നടത്തിയാൽ കണക്കനുസരിച്ച് അത് 100%. പിന്നെ ഇത് പടരില്ല, കടിച്ചാലും മറ്റു നായ്ക്കൾക്ക് ഇത് പടരില്ല, ഈ നായ്ക്കൾ ചത്തു. അപ്പോൾ ഏതാനും വർഷങ്ങൾ കൊണ്ട് നമ്മുടെ ഇവിടെ അതിനുവേണ്ടിയുള്ള ഒരു സംവിധാനം വരും. അപ്പോൾ നായ്ക്കളെ കണ്ടാൽ ഓടുന്ന കുട്ടികൾ, അങ്ങനെയുള്ളവർക്കൊക്കെ തന്നെ ഇവർ അവയർനെസ് പ്രോഗ്രാം ഉണ്ട്. സ്കൂളുകളിൽ പോകും, കുട്ടികളെ വിളിക്കും, പേരൻസിനെ വിളിക്കും, അവരുമായിട്ട് സംസാരിക്കും. പട്ടികളുടെ എണ്ണം കൂടുന്നത് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അതുപോലെ പേവിഷബാധ മുക്തമാക്കാൻ സാധിക്കും കോട്ടയം ജില്ല. അതിനുവേണ്ടിയുള്ള എല്ലാ സഹകരണവും എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മൃഗസംരക്ഷണ, ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അധ്യക്ഷത വഹിച്ചു. തെരുവ് നായ്ക്കളെ വന്ധ്യംകരിക്കുന്നതിന് പോർട്ടബിൾ ABC സെന്ററുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് പ്രവർത്തിച്ചു വരുന്ന 15 സെന്ററുകൾക്ക് പുറമെയാണിത്. 15 ABC സെന്ററുകൾ പൂർത്തിയായി വരുന്നുണ്ട്. പേവിഷബാധയേറ്റുള്ള മരണങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള പദ്ധതിക്ക് സർക്കാരിന്റെ എല്ലാ പിന്തുണയും ഉറപ്പു നൽകുന്നതായും മന്ത്രി അറിയിച്ചു. മൃഗങ്ങളോട് അനുകമ്പയോടും കരുതലോടും കൂടി പെരുമാറുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കേണ്ടത് ആവശ്യമാണ്. പതിവ് പ്രതിരോധ കുത്തിവയ്പ്പുകൾ, വന്ധ്യീകരണ പരിപാടികൾ, അലഞ്ഞു തിരിയുന്ന മൃഗങ്ങൾക്കുള്ള പരിഗണന, അവരുടെ ചികിത്സയും എന്നാൽ നമ്മുടെ സാമൂഹിക ഉത്തരവാദിത്തമായി ഇത്തരത്തിൽ കണ്ടുകൊണ്ട് നാം പ്രവർത്തിക്കണം. കേരളം പേവിഷ ബാധ വിമുക്തമാക്കുന്നതിന് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ സംരംഭത്തിന് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ എല്ലാ പിന്തുണയും ഉണ്ടായിരിക്കും. പേവിഷബാധ നിർമ്മാർജ്ജന യജ്ഞത്തിൽ മറ്റു സംസ്ഥാനങ്ങൾക്ക് പ്രചോദനമാകുന്ന രീതിയിൽ ഒരു ഉത്തമ മാതൃക സൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ പേവിഷ വിമുക്ത കേരളം പദ്ധതി നടപ്പാക്കിയ പിന്നാലെയാണ് പദ്ധതി കോട്ടയത്തേക്കും വ്യാപിപ്പിക്കുന്നത്. സുസ്ഥിരവും ഘടനാപരവുമായ സമീപനത്തിലൂടെ 2030 വർഷത്തോടെ പേവിഷബാധയേറ്റുള്ള മനുഷ്യ മരണങ്ങൾ ഒഴിവാക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പേവിഷബാധ പ്രതിരോധത്തെക്കുറിച്ചും ഉത്തരവാദിത്തമുള്ള വളർത്തുമൃഗ പരിപാലനത്തെക്കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി സ്കൂൾ പരിപാടികളിലും പൊതു അവബോധ പ്രചരണങ്ങളിലും പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കും. റാബീസ് ടാസ്ക് ഫോഴ്സ് വാഹനത്തിന്റെ താക്കോൽ മൃഗസംരക്ഷണ, ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ മനോജ് കുമാറിനും പ്രതിനിധികൾക്കും കൈമാറി. പേവിഷബാധ വിമുക്ത കോട്ടയം ലഘുപത്രിക ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ പ്രകാശനം ചെയ്തു. പേവിഷബാധ വിമുക്ത കോട്ടയം ധാരണാപത്രം മന്ത്രി ജെ ചിഞ്ചുറാണി കാവ പ്രതിനിധികൾക്ക് കൈമാറി. അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് MP, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേംലത പ്രേംസാഗർ, കോട്ടയം നഗരസഭാധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ, ദേശീയ ക്ഷീരവികസന ബോർഡ് ചെയർമാൻ ഡോക്ടർ മീനേഷ് C. ഷാ, ഇന്ത്യൻ കമ്മ്യൂണോളജിക്കൽസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ K. ആനന്ദ് കുമാർ, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ PK മനോജ് കുമാർ, കാവ ക്യാമ്പയിൻ ഡയറക്ടർ ഡോക്ടർ പ്രാപ്തി ബജാജ്, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ MP അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യനും സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണിയും കോടിമതയിലെ ABC സെന്ററും വടവാതൂരിലെ മിൽമ ഡയറിയും സന്ദർശിച്ചു. രണ്ടിടങ്ങളിലെയും സൗകര്യങ്ങൾ മന്ത്രിമാർ നേരിട്ട് വിലയിരുത്തി. പേവിഷ വിമുക്ത കോട്ടയം പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് ശേഷം കേന്ദ്ര മൃഗസംരക്ഷണ, ക്ഷീരവികസന വകുപ്പ് സഹമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ, സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി എന്നിവർ കോടിമതയിലെ ABC സെന്ററും വടവാതൂരിലെ മിൽമ ഡയറിയും സന്ദർശിച്ചു. ABC സെന്ററിൽ നായ്ക്കളെ വന്ധ്യംകരിക്കുന്നതിനും നിരീക്ഷണത്തിൽ പാർപ്പിക്കുന്നതിനുമടക്കം ഏർപ്പെടുത്തിയിട്ടുള്ള സൗകര്യങ്ങൾ മന്ത്രിമാർ നേരിട്ട് വിലയിരുത്തി. വടവാതൂർ ഡയറിയിലെത്തിയ മന്ത്രിമാർ മിൽക്ക് പ്ലാന്റിലെത്തി പ്രവർത്തനങ്ങൾ കണ്ടു മനസ്സിലാക്കി. ദേശീയ ക്ഷീരവികസന ബോർഡ് ചെയർമാൻ ഡോക്ടർ മീനേഷ്
സി ഷാ, ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ കെ ആനന്ദകുമാർ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. മിൽമയുടെ നേട്ടങ്ങൾ വിശദീകരിക്കുന്ന സ്ലൈഡ് ഷോയും മന്ത്രിമാർക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു. മിൽമ എറണാകുളം മേഖലാ ചെയർമാൻ CN ശ്രീവത്സംപിള്ള, മാനേജിംഗ് ഡയറക്ടർ വിൽസൺ ജെ പിറവിക്കാട്ട് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തിരുവപ്പള്ളി സോമിൽ ആൻഡ് വുഡ് ഇൻഡസ്ട്രീസ് പൊൻകുന്നം. ഗുണമേന്മയുള്ള തടികൾ വാങ്ങുവാൻ തടികൾ ഉരുളായും ഉരുപ്പടിയായും വിൽക്കുന്നു. നിങ്ങളുടെ വീടിന്റെ നിർമ്മാണത്തിനും ഫർണിച്ചറുകൾ പണിയുന്നതിനും ആവശ്യമായ ഗുണനിലവാരമുള്ള തടികൾ, തേക്ക്, ആഞ്ഞിലി, പ്ലാവ്, മഹാഗണി തടികൾ, കൂടാതെ ഇറക്കുമതി ചെയ്ത തടികളും 24 മണിക്കൂറും ക്രെയിൻ സർവീസ്. തിരുവപ്പള്ളി സോമിൽ, നരിയനാനി, കൊപ്രാക്കളം, പൊൻകുന്നം. ഫോൺ 9447324179, 8921620928, 7306405536. ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവം നാടിന്റെ ഉത്സവമായി പുരോഗമിക്കുന്നു. രാവിലെ ക്ഷേത്രത്തിൽ നടക്കുന്ന ശ്രീബലിയിലും തുടർന്നുള്ള ഉത്സവ ബലിയിലും നൂറുകണക്കിന് ഭക്തർ പങ്കുചേർന്നു. ചിറക്കടവ് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവ നാളുകളിൽ ദേശമൊന്നാകെ മഹാദേവന്റെ സന്നിധിയിലേക്ക് ഒഴുകിയെത്തും. ക്ഷേത്ര ചടങ്ങുകളിലും കലാവേദിയിലെ പരിപാടികളിലും പങ്കുകൊള്ളാൻ ദിവസവും ആയിരങ്ങളാണ് ക്ഷേത്ര സന്നിധിയിൽ എത്തുന്നത്. ശനിയാഴ്ച രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം ശ്രീബലി ചടങ്ങുകൾക്കായി ഭഗവാനെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു. ഗജരാജൻ, മലയാലപ്പുഴ രാജൻ ഭഗവാന്റെ തിടമ്പേറ്റി. നാഗസ്വരത്തിന്റെയും തവിലിന്റെയും അകമ്പടിയിൽ ഭഗവാൻ എഴുന്നള്ളി നിന്നു. തുടർന്നായിരുന്നു ശ്രേഷ്ഠമായ ഉത്സവബലി കണ്ടു തൊഴുത് അനുഗ്രഹം തേടാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഭക്തരെത്തി. രംഗമണ്ഡപത്തിൽ പാല KR മണി അവതരിപ്പിച്ച പറയൻ തുള്ളൽ അരങ്ങേറി. കുലം വന്ന് കുത്തി തകർക്കുന്ന ഉത്തരം പട്ടികാലൂടും സത്വരം വീടുടൻ. വെള്ളിയാഴ്ച വൈകിട്ട് നൃത്ത അധ്യാപിക പനമറ്റം രാധാദേവിയുടെ ശിക്ഷണത്തിൽ നൃത്തം അഭ്യസിച്ച കുട്ടികളുടെ അരങ്ങേറ്റം നടന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പൊതുവിദ്യാഭ്യാസ രംഗത്ത് കാതലായ മാറ്റം ഇടതു സർക്കാരിന്റെ കാലത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞതായി ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് പനമറ്റം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികവും യാത്രയയപ്പ് സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പനമറ്റം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വാർഷികവും ഈ വർഷം വിരമിക്കുന്ന പ്രിൻസിപ്പൽ ഹരികൃഷ്ണൻ ചെട്ടിയാർ KK, അധ്യാപകരായ ജെസ്സി ഫിലിപ്പ്, ഉഷ PG എന്നിവർക്ക് യാത്രയയപ്പും നൽകി. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ രംഗത്ത് കാതലായ മാറ്റം ഇക്കാലത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് ചീഫ് വിപ്പ് N. ജയരാജ് പറഞ്ഞു. കേരളത്തിലെ മനുഷ്യശേഷിയെ കേരളത്തിൽ തന്നെ നിലനിർത്തുന്ന തരത്തിലുള്ള സമഗ്ര പുരോഗതിയാണ് പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടായിരിക്കുന്നതെന്നും ഡോക്ടർ N. ജയരാജ് പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച സംസ്ഥാന ബഡ്ജറ്റ് ഏറ്റവും വലിയ പ്രാധാന്യം നൽകിയിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിലെ പുതിയ ഗവേഷണ സാധ്യതകളും ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ ഒരു ഉടച്ചുവാർക്കലും തന്നെയാണ്. അപ്പോൾ ആ മാറ്റം, കാരണം കേരളത്തിലെ മനുഷ്യശേഷിയെ കേരളത്തിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് പോവുകയും അത് നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി മാറ്റി വെറുക്കുകയും ചെയ്യുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടിയാണ്. അപ്പോൾ ഈ മാറ്റങ്ങളൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്നു എന്നുള്ളത് സന്തോഷകരമായൊരു കാര്യമാണ്.
ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെസ്സി ഷാജൻ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ മുഖ്യപ്രഭാഷണം നടത്തി. പ്രൊഫസർ MK രാധാകൃഷ്ണൻ, എലിക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൂര്യമോൾ, എലിക്കുളം പഞ്ചായത്ത് അംഗം S ഷാജി, PTA പ്രസിഡന്റ് ഗോപകുമാർ KG, ഹെഡ്മിസ്ട്രസ് പ്രിയ MD തുടങ്ങിയവർ പങ്കെടുത്തു. IDBI ബാങ്ക് പാലാ ശാഖ സ്കൂളിന് നൽകിയ വാട്ടർ കൂളറിന്റെയും പ്യൂരിഫയറിന്റെയും ഉദ്ഘാടനവും നടന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പൊതുവേദിയിൽ പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കലും മുൻ MLA PC ജോർജും തമ്മിൽ വാക്കേറ്റം. സ്വകാര്യ ആശുപത്രി ഉദ്ഘാടന ചടങ്ങിനിടെയായിരുന്നു സംഭവം. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വേദിയിലിരിക്കെയാണ് വാക്കേറ്റമുണ്ടായത്. പൊതുവേദിയിൽ പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കലും മുൻ MLA PC ജോർജ് തമ്മിൽ വാക്കേറ്റം. മുണ്ടക്കയത്ത് ആശുപത്രിയിൽ ഡോക്ടറെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA മന്ത്രിയെ കാണുന്നതുമായി ബന്ധപ്പെട്ട് PC ജോർജ് നടത്തിയ പരാമർശമാണ് പൂഞ്ഞാർ MLA ചൊടിപ്പിച്ചത്. ഇവിടെ ആവശ്യമുള്ള കാര്യം പറഞ്ഞാൽ മതിയെന്ന് MLA പറഞ്ഞു. എനിക്ക് ഇഷ്ടമുള്ളത് പറയുമെന്നായിരുന്നു ജോർജിന്റെ മറുപടി. ഇതിനുള്ള വേദി ഇല്ലെന്ന് കുളത്തുങ്കൽ ചൂണ്ടിക്കാട്ടി. പൂഞ്ഞാറിലെ ആശുപത്രിയിലും ഉച്ചകഴിഞ്ഞ് OP ഇല്ലെന്നും അതിനും നടപടി വേണമെന്നും തന്നെ കണ്ടുകെട്ടിയിട്ട് വേണ്ട ഇത് പറയാനെന്നും ജോർജ് പറഞ്ഞു. നമ്മുടെ MLAയും അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെ ചേർന്നുകൊണ്ട് മന്ത്രിക്ക് ഇങ്ങനെ നിൽക്കുക ഒരു നിവേദനം കൊടുക്കുന്നത് എന്താണെന്നറിയാമോ? മുണ്ടക്കയ ആശുപത്രിയിൽ ഒരു ഡോക്ടറെ വെക്കണം, പഞ്ചായത്ത് വെച്ചോളാം, അതിനകത്ത് അനുവാദം തരണമെന്ന് പറഞ്ഞ് ഒരു മെമ്മോറാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വേദനിച്ച നിമിഷങ്ങൾ ഒത്തിരിയുണ്ട്. അതിലൊന്നായിട്ട് ആ നിമിഷത്തെ ഞാൻ കാണുകയാണ്. എനിക്ക് സൗകര്യമുള്ളതാണ് ഞാൻ പറയുന്നത്. പറഞ്ഞാൽ മതി. അത് പറയേണ്ടത് അവരെ ഉള്ള തസ്തികയേക്കാൾ അധികം ഒരു തസ്തിക വേണമെന്നുണ്ടെങ്കിൽ ആ തസ്തികയ്ക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് സാക്ഷ്യം വേണം. അതിനാണ് നിവേദനം കൊടുത്തത്. അത് വിമർശിക്കാൻ നമുക്ക് വേറെ വികസന വേദി ഉണ്ടാക്കാം. ഇത് ആശുപത്രിയുടെ ഉദ്ഘാടനം, ഇവിടെ അതിന്റെ കാര്യം പറഞ്ഞേച്ചു പോകും കേട്ടോ. എല്ലാവർക്കും വർത്താനം പറയുന്നത് ഇവിടെ എനിക്ക് ആവശ്യമുണ്ട്. പൂഞ്ഞാറ് ഗവൺമെന്റ് ആശുപത്രി 2 ഡോക്ടർമാരെ കിട്ടിയപ്പോഴാണ് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നേ. അത് തന്നോടുള്ള വേറെ ആരോടാ പറയുന്നത്? ഞാൻ അത് പഞ്ചായത്തിന്റെ കീഴിലുള്ള അത് വേണം ചെയ്യാൻ വേദി ഇതല്ലല്ലോ. അത് പറയാനുള്ള വേദി ഇതല്ലല്ലോ. 7 ഡോക്ടർമാരുണ്ടായിരുന്നു. ഇത് ആശുപത്രി ഇങ്ങനെ പാലിയേറ്റീവിന്റെ കാര്യം പറയാനും അത് പറയാൻ ലൈസൻസ് ഇല്ലെങ്കിൽ പിന്നെ വർത്താനം പറയുന്നു. ഒരു MLAയോട് നിവേദനം നടത്തി ഇതുപോലെ അവസരങ്ങളെ കിട്ടുള്ളൂ, കൈ കിട്ടണ്ടേ? അതുകൊണ്ടാണ് സംഘാടകർക്ക് ഇരുവരും അനുനയിപ്പിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇരട്ടിവട്ട. നിരവധി തൊഴിൽ ചെയ്തിട്ടും പച്ച പിടിക്കാതെ ഒടുവിൽ മയക്കുമരുന്ന് കച്ചവടം നടത്തി വന്ന യുവാവ് എക്സൈസിന്റെ പിടിയിലായി. പനച്ചിക്കാട് പരുത്തുംപാറ തോപ്പിൽ ജെറിൻ ജേക്കബിനെയാണ് 8 ഗ്രാം MDMAയും 1 ഗ്രാം കഞ്ചാവുമായി എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തത്. പരുത്തുംപാറയിലെ സ്വന്തം വീട്ടിൽ വെച്ചാണ് MDMAയും കഞ്ചാവും വിൽപ്പന നടത്തിയത്. ഇന്ത്യൻ പെന്തക്കോസ്ത് സഭ പൊൻകുന്നം ഏരിയ കൺവെൻഷൻ പൊൻകുന്നത്ത് പുരോഗമിക്കുന്നു. സെന്റർ മിനിസ്റ്റർ പാസ്റ്റർ PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ പെന്തക്കോസ്ത് ദൈവസഭ പൊൻകുന്നം ഏരിയ കൺവെൻഷൻ വ്യാപാര ഭവനിൽ തുടങ്ങി. ഞായറാഴ്ച വരെയാണ് കൺവെൻഷൻ. വെള്ളിയാഴ്ച വൈകിട്ട് സെന്റർ മിനിസ്റ്റർ പാസ്റ്റർ PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കാലഘട്ടത്തിൽ കൂടെ മനുഷ്യർ കടന്നു പോകുമ്പോൾ നമുക്കെല്ലാം ഒന്നിച്ചു പറയുവാൻ കഴിയും. പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണങ്ങളിലായിരുന്ന നാം നമുക്കൊരു വലിയ പ്രത്യാശയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ജീവന്റെയും ആത്മാവിന്റെയും പ്രമാണത്തിൽ കൂടെ നടന്ന് നമുക്കൊരു സ്വാതന്ത്ര്യം പ്രാപിപ്പാൻ ദൈവം നമുക്ക് തന്ന നല്ല അവസരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സുവിശേഷകൻ ബിജു പമ്പാവാരിയുടെ നേതൃത്വത്തിലാണ് ഗാന ശുശ്രൂഷ. പാസ്റ്റർ ജോൺ റിച്ചാർഡ്, പാസ്റ്റർ സുഭാഷ് കുമരകം, പാസ്റ്റർ അനീഷ് ചെങ്ങന്നൂർ, പാസ്റ്റർ KV എബ്രഹാം എന്നിവരാണ് പ്രാസംഗികർ. ഞായറാഴ്ച രാവിലെ 9-ന് സംയുക്ത ആരാധന നടക്കും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. അറിയിപ്പ്. ഈരാറ്റുപേട്ട ICDS പ്രൊജക്ടിന്റെ കീഴിലുള്ള 145 അംഗനവാടികൾക്ക് പ്രീ സ്കൂൾ കിറ്റിലെ സാധനങ്ങൾ വാങ്ങുന്നതിനായി ടെൻഡർ ക്ഷണിച്ചു. ഫെബ്രുവരി 28-ന് ഉച്ചയ്ക്ക് 12 മണി വരെ ടെൻഡർ സ്വീകരിക്കും. വിവരങ്ങൾക്ക് ഫോൺ 9188959694. കോട്ടയം ജനറൽ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ മാനസികാരോഗ്യ പരിപാടിയുടെ ഭാഗമായി 2025-26 വർഷത്തേക്ക് ക്ലിനിക്കുമായി ബന്ധപ്പെട്ടുള്ള യാത്രയ്ക്കായി 7 സീറ്റുള്ള ടാക്സി പെർമിറ്റുള്ള എർട്ടിഗ, ഇന്നോവ, എൻജോയ് തുടങ്ങിയ ഇനത്തിലുള്ള വാഹനങ്ങൾ കരാർ അടിസ്ഥാനത്തിൽ നൽകുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. ടെൻഡറുകൾ ഫെബ്രുവരി 28-ന് പകൽ 11 വരെ സ്വീകരിക്കും. വിവരങ്ങൾക്ക് ഫോൺ 048125636611. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിലെ റാഗിംഗ്. പ്രതികളായ 5 വിദ്യാർത്ഥികളുടെ തുടർ പഠനം തടയാൻ നഴ്സിംഗ് കൗൺസിൽ തീരുമാനം. ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് വിവിധ സംഘടനകളുടെ പ്രതിഷേധം.
നഴ്സിംഗ് കോളേജ് റാഗിംഗ് അന്വേഷണം കൂടുതൽ തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി VN വാസവൻ. മുൻ വർഷങ്ങളിൽ റാഗിംഗ് നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി. പേവിഷ വിമുക്ത കോട്ടയം പദ്ധതിക്ക് തുടക്കം. പൊതുസമൂഹം സഹകരിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ദേശാധിപന്റെ ഉത്സവം 5ാം ദിനത്തിൽ. ചിറക്കടവിലേക്ക് ഭക്തരുടെ പ്രവാഹം. തിരുവാറാട്ട് ബുധനാഴ്ച. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.